UP മൊറാദാബാദിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമ്മർദ്ദം വ്യക്തമാക്കുന്ന വീഡിയോ പുറത്ത്. ആത്മഹത്യ ചെയ്യുന്നതിന് സർവേഷ് സിംഗ് എടുത്ത വീഡിയോ ആണ്, തൊട്ട് മുൻപെടുത്ത വീഡിയോ ആണ് പുറത്തു വരുന്നത്. കൂടുതൽ സമയം കിട്ടിയിരുന്നുവെങ്കിൽ താൻ SIR പൂർത്തിയാക്കുമായിരുന്നു എന്നാണ് വീഡിയോ ഉള്ളത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ. അജീഷ്, 4 ചെറിയ പെൺമക്കളുടെ അച്ഛനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത്. അങ്ങേയറ്റം സമ്മർദ്ദത്തിനൊടുവിൽ ജീവനൊടുക്കേണ്ടി വന്നു എന്നല്ലേ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആത്മഹത്യ പരിഹാരമല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും. അജീഷ്, അങ്ങനെ തന്നെയാണ് ഹാഷ്മി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് UPയിലെ മൊറാദാബാദിലുള്ള ഈ ഗ്രാമത്തിലെ വീട്ടിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 46 വയസ്സായിരുന്നു ഈ സർവേഷ് സിംഗ് എന്നയാൾ. അവിടെ അസിസ്റ്റന്റ് ടീച്ചറായിട്ടായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒക്ടോബർ 7-നാണ് ഈ BLO ആയിട്ട് ചുമതല ഏൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു BLO ചുമതല വഹിക്കുന്നത്. അതിന്റെ സമ്മർദ്ദം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒടുവിൽ ഈ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. 3 പേജുള്ളൊരു ആത്മഹത്യ കുറിപ്പാണ് ഇയാൾ എഴുതി വച്ചിരുന്നത്. ബ്ലോക്ക് ലെവൽ എഡ്യൂക്കേഷൻ ഓഫീസറിനായിരുന്നു ഈ ആത്മഹത്യ കുറിപ്പ് എഴുതിയിരുന്നത്. അതിൽ തന്നെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സമ്മർദ്ദം താങ്ങാനാവുന്നില്ല, കുറച്ചുകൂടി സമയം അനുവദിക്കണം, കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ തനിക്ക് തന്നിട്ടുള്ള ടാർഗറ്റുകൾ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോയും പുറത്തു വരുന്നത്. ആത്മഹത്യക്ക് തൊട്ട് മുൻപ് ആ മൊബൈലിൽ എടുത്ത ഒരു വീഡിയോ ആണ് സർവേഷ് സിംഗിൻ്റെത്. അതിലും ഈ 4 ചെറിയ പെൺമക്കളാണ് തനിക്കുള്ളത്, തനിക്ക് ഈ ജോലി പൂർത്തിയാക്കണമെന്നുണ്ട്, പക്ഷേ സമയം തീരെ കുറവാണ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എനിക്ക് സമയം പോരായിരുന്നു, കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് താനൊരു BLO ആകുന്നത്. ഈ സർവേഷ് സിംഗിൻ്റെ നേരത്തെ തന്നെ 3 പേജുള്ള ഒരു ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇതിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം UPയിലടക്കം ഉയരുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട്. നേരത്തെ പശ്ചിമ ബംഗാളിലും പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലടക്കം BLOമാർ സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉത്തരേന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ഒരു ആത്മഹത്യ തുടങ്ങി, അതിനുശേഷം ബംഗാളിൽ കണ്ടു, ഗുജറാത്തിൽ കണ്ടു, UPയിൽ പലത് കണ്ടു, ഇപ്പോഴും കാണുന്നു. അങ്ങനെ BLOമാരുടെ ആത്മഹത്യകൾ രാജ്യത്ത് തുടരുന്നു എന്നുള്ളത് അങ്ങേയറ്റ വേദനാജനകമായ കാഴ്ചയാണ്. സുപ്രീം കോടതി ഈ കേസ് പരിഗണനയ്ക്കെടുക്കുമ്പോൾ ഉറപ്പായും ഈ ആത്മഹത്യകൾ മുഖവിലക്കെടുക്കാതിരിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.